എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് യേശു കർത്താവ് നമുക്ക് തരുന്നത്. ഓരോ ദിവസവും അനുഗ്രഹമാക്കുന്നത് നമ്മളാണ്, ഓരോ ദിവസവും മോശമാക്കുന്നതും നമ്മളാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദിവസങ്ങളെ നല്ലതാക്കാം, വേണമെങ്കിൽ നമ്മുടെ ദിവസങ്ങളെ ചീത്തയാക്കാം. ഇതെല്ലാം നമ്മളാ തീരുമാനിക്കുന്നത്. ഒരു ആമക്കുഞ്ഞ്, ഈ ആമക്കുഞ്ഞുങ്ങൾ മണ്ണിനകത്തു നിന്നാണ് മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നത്. കാരണം ആമ കടലിൽ നിന്ന് കരയിൽ വന്ന് വലിയ കുഴി കുഴിച്ച് മുട്ടകളിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകും. ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഒരു 10-50 മീറ്ററൊക്കെ ദൂരത്തിലാണ് കടലും കടൽ തീരകളൊക്കെ. ഈ ആമക്കുഞ്ഞുങ്ങൾ നേരെ കിഴക്കോട്ട് പോകില്ല. അവർ വിരിഞ്ഞ് മണ്ണിൽ നിന്ന് തന്നെ ആ മണലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തു വന്നിട്ട് നേരെ അവർ പടിഞ്ഞാറോട്ടേ പോകും. നമ്മൾ അവരെ തിരിച്ചു വെച്ചാൽ അവർ പടിഞ്ഞാട്ട് പോകും. അവരുടെ ജന്മം അതാണ്. അപ്പം അങ്ങനെ ഒരു ആമക്കുഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു വർക്ക് ഇറ്റ് വിൽ വർക്ക്. നീ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പ്രവർത്തിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ എഴുതിയെടുത്താൽ പോരാ, ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ശരിയാകും. പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ശരിയാകത്തില്ല. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്താലും ശരിയാകില്ല. ചിന്തിച്ചതും പ്ലാൻ ചെയ്തതും തെറ്റാണെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയാകും. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇഫ് യു വർക്ക് ഇറ്റ് വിൽ വർക്ക്. ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഈ ആമക്കുഞ്ഞ് മുട്ടയെന്ന് വിരിഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, പ്ലാൻ ചെയ്താലും പറ്റില്ല. ഏത് ദിക്കിന് തിരിയണം വേണ്ട. നിന്നിൽ തന്നെ ശരിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വിളി കിടപ്പുണ്ട്. ശരിയിലേക്ക് നീ പോകും. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 17-ാമത്തെ വയസ്സിൽ പോലീസ് കേസും വഴക്കൊക്കെ വന്ന് നാട് വിട്ട് ബാംഗ്ലൂർ ചെന്ന് എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉണ്ട്. അതിന് ഞാൻ പല പരിപാടികളും ചെയ്തു, പലയിടത്തും പോയി, പല പ്രാർത്ഥനകൾ കൂടി, പല മതത്തിൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. എൻ്റെ ഉള്ളിലൊരു ശരിയിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീട് കാണുന്നത്. ഞാൻ നേരെ ഒരാളോട് പറഞ്ഞു, എൻ്റെ അടുത്ത് പാർക്കുന്ന ഒരു കർണാടകക്കാരൻ, ഞാൻ ബാംഗ്ലൂരാണല്ലോ, കർണാടകക്കാരനായ ഒരു മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് നന്നാകണം. അയാൾ പറഞ്ഞു, നന്നാകണമെങ്കിൽ, അദ്ദേഹം ഒരു സ്കൂളിലെ വാച്ച്മാനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വാ, ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീയാണ്, ഒരു മലയാളിയാണ്, നിങ്ങളുടെ നാട്ടുകാരി ആണ്. അങ്ങനെ ഇദ്ദേഹം എന്നെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ കൊണ്ടുപോയി. സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ കണ്ടപ്പോൾ, ഒരു മാനേജരാ, സ്കൂൾ പ്രിൻസിപ്പളാണ്, ക്ഷമിക്കണം, മാനേജരല്ല, സ്കൂൾ പ്രിൻസിപ്പളാണ്. അവരെന്നെ കണ്ടപ്പോൾ ഈ വാച്ച്മാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആളിതാണ്. അവർ ഓടി വന്ന് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ മോനെ, പൊന്നുമോനെ, നിനക്ക് ദൈവത്തെ അറിയണമല്ലേടാ. എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്തിരുത്തി എനിക്ക് കുടിക്കാനായിട്ട് ചായ, പിന്നെ എന്നെ കയ്യെ കയറി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എനിക്കൊരു ഇംഗ്ലീഷിലെ ന്യൂ ടെസ്റ്റ്മെൻ്റ് തന്നു. എന്നിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മോൻ ഇവിടെ വരണം. ആ കന്യാസ്ത്രീക്ക് എന്നോടുള്ള ആ സ്നേഹം. അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, ഇവിടെ കുർബാനയുണ്ട് മോൻ, കുർബാനയ്ക്ക് വരണം. അങ്ങനെ ഞാൻ അവിടുത്തെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും മാത്രം പങ്കെടുക്കുന്ന ഒരു കുർബാന, അതിനകത്ത് ബിഷപ്പാണ് കുർബാന നടത്തുന്നത്. അങ്ങനെ ആ കുർബാനയിൽ പങ്കെടുത്തു. കാത്തലിക്സിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സിലാണെന്ന് ഓർക്കണം. അങ്ങനെ പല ആഴ്ചകൾ ഞാനിതെല്ലാം മറന്നു കിടക്കുകയാണ്, ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ബൈബിൾ, ഞാൻ ഈ തന്ന പുതിയ നിയമം, ബൈബിൾ ഇതുവരെ വായിച്ചിട്ടില്ല, ഇന്നുവരെ വായിച്ചിട്ടില്ല. ആ സമയം വരെ
ഈ പുതിയ നിയമം ഞാൻ വായിച്ചില്ല. എന്നാൽ ഈ കന്യാസ്ത്രീ എന്ന പുതിയ നിയമം ഞാൻ വായിച്ചു. സ്നേഹം, കരുതൽ, എന്നോടുള്ള ആത്മാർത്ഥത, എന്നെ കാത്തിരിക്കുക, എന്നെ നല്ലതിലേക്ക് അവർക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ബിഷപ്പ് മെത്രാനച്ചൻ കുർബാന ചൊല്ലുന്നു, അതിനകത്ത് വേറെ ആരെയും കയറ്റില്ല. ഇവരുടെ കെയർ ഓഫിൽ എന്നെ കയറ്റിയിരിക്കുക. വേറെ ആരും അവിടെ വരില്ല. അവർ പ്രത്യേകം പെർമിഷൻ എടുത്ത് ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും എൻ്റെ ചുറ്റും കൂടി, മോനെ നീ വന്ന വഴി നല്ല വഴിയാടാ. എന്നിട്ടും ബൈബിൾ വായിച്ചില്ലേ ഞാൻ. പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം 2-3 ബസ് കയറി പോകണം ഞാൻ പാർക്കുന്നിടത്തുനിന്ന്. പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. എന്നാൽ അതെനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു നല്ല ചിത്രം വരച്ചു. ബൈബിൾ പ്രകാരം ജീവിക്കുന്നവർ ഒത്തിരി നല്ലവരാണെന്നും അവർക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹമുണ്ടെന്നും അവർ സ്വാർത്ഥതയില്ലാത്തവരാണെന്നുള്ളൊരു ചിത്രമാണ് ന്യൂ ടെസ്റ്റമെൻ്റ് കന്യാസ്ത്രീയിലൂടെ എനിക്ക് കിട്ടിയത്. ആ കന്യാസ്ത്രീയെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പുതിയ നിയമമായിട്ട്. എനിക്ക് അവരെ ഒരു വിഗ്രഹാരാധിയായിട്ടോ, അവർ കൂടുതൽ പറഞ്ഞത് മറിയോട് പ്രാർത്ഥിക്കുക, കൊന്ത ചൊല്ലുക, മോനി ഞാനൊരു കൊന്ത തരാം, 53 മണി ജപം മോൻ ചെല്ലണം, മാതാവിനോട് പ്രാർത്ഥിക്കണം, ഇതെല്ലാം എന്നോട് പറഞ്ഞു. പല വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തി. എങ്കിലും അവരിലുണ്ടായിരുന്ന വലിയ ദൈവസ്നേഹം ഇന്ന് പല പെന്തക്കോസുകാരുടെ ഇടയിൽ പോലുമില്ല. അത് എന്നെ ദൈവം ഡയറക്റ്റ് ചെയ്യുകയാണ്, ഞാൻ പോവുകയാണ്. ഇതിനിടയിൽ സന്യാസിമാർ തപസരിക്കുന്ന സ്ഥലത്ത് പോയി രാത്രി ഇരുന്നു, പിന്നീട് അങ്ങോട്ട് പോയില്ല. എന്നാൽ ഇത് എന്നെ മുന്നോട്ട് കൊണ്ടുപോയാണ്. പിന്നീടാണ് ഒരു കാർത്തികൻ നായരുടെ വീട്ടിലൊരു ബൈബിൾ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, നായരുടെ വീട്ടിൽ ബൈബിളോ? അദ്ദേഹം പറഞ്ഞു, എന്നെ രക്ഷിച്ചത് ഈ ബൈബിളാ. ഞാൻ ചോദിച്ചു, ഇതുപോലെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് 14 വീടിനപ്പുറം ബെതേലേജി എന്ന് പറയുന്ന ഒരു ചെറിയ ഷെഡ് കാണും, അതിനകത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിലെ ടെലിവിഷൻ നന്നാക്കി നേരെ ഓടുകയായിരുന്നു. 14 വീട് എണ്ണി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ, ആ കയറ്റത്ത് നോക്കുമ്പോൾ ബാംഗ്ലൂർ. അന്ന് ഗംഗനഹള്ളിയാണ്, ഗ്രാമമാണ്. ഇപ്പോൾ ഗംഗാ നഗറാണ്. ഗംഗനഹള്ളി, അന്നത്തെ ഗംഗനഹള്ളിയിലെ ആ പൊക്കത്തുള്ള ബെതേലേജി എന്ന ഷെഡിൽ 70 പേർക്ക് ഇരിക്കാവുന്ന, 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഷെഡിൽ MA വർഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നു. 20 പേരേ ഉള്ളൂ. നോക്കണേ, നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പ്രവർത്തിക്കും. ഈ ആമക്കുഞ്ഞ് മണ്ണിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രവർത്തിച്ചതുപോലെ ഒരു സത്യാന്വേഷിയായിട്ട് വിജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തിയാണോ നീ? അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുട്ടുന്ന ഏവനും തുറക്കും, യാചിക്കുന്നവന് നൽകപ്പെടും. ഇതാരോടൊക്കെ ഉള്ള ഇന്ന് പ്രഭാതത്തിലെ ഒരു സന്ദേശമാണ്. നീ പ്രവർത്തിക്കാൻ തുടങ്ങുക. ചിലപ്പോൾ നിനക്ക് വീഴ്ചയുണ്ടാകും, ചിലപ്പോൾ നിനക്ക് താഴ്ചയുണ്ടാകും, ചിലപ്പോൾ നിനക്ക് പരാജയമുണ്ടാകും. എന്നാൽ അന്വേഷണം നിർത്തരുത്, പ്രവൃത്തി നിർത്തരുത്. നീ മുന്നോട്ട് പോവുക, നീ വിജയിച്ചിരിക്കും. ഞാൻ ഇന്ന് കാണുന്നത് പോലെ ഒരു പാസ്റ്ററായതിൻ്റെ പുറകിൽ കുറേ പാസ്റ്റുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഒറ്റയ്ക്ക് നാട് വിട്ട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, കള്ളു കുടിക്കുന്ന കാലത്തെ കഥയാണ് ഈ പറഞ്ഞത്. ഇന്ന് കാണുന്നത് പോലെ ഞാനിവിടെ എത്തിയത്, എന്നെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു എന്ന് കരുതി ഞാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്ത എന്ന് പറഞ്ഞിരുന്നാൽ അത് വർക്കാകില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് വർക്കാകുന്നത്. ഈ സത്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നിർബന്ധിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാകാനാണോ? നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങ്. ആദ്യത്തെ പല ബിസിനസ്സുകളും ചെയ്ത് നിങ്ങൾ തോൽക്ക്. തോൽവിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് വലിയ ബിസിനസ്സുകാരനായാൽ മതി. ആദ്യത്തെ ബിസിനസ് ജയിക്കണ്ട, 100ാമത്തെ ബിസിനസ്സെങ്കിലും ജയിച്ചിരിക്കും. ആദ്യത്തെ പരീക്ഷ തോറ്റുപോയി, സാരമില്ല,
വേറെ ഏതൊക്കെയോ അനേക പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ജയിക്കുന്നത് വേറെയുണ്ട്. അതുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പലരോടും പറയുന്നു. കർത്താവേ, ഇത് കേട്ട ഓരോ വ്യക്തികൾക്കും ഇന്നു മുതൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചുവട് വെക്കാനുള്ള പ്രവർത്തനശേഷി കൊടുക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കും. റോമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. കൽപ്പന വന്നപ്പോഴാണ് അത് ചിന്തിക്കാൻ തുടങ്ങിയത്. മോഹിക്കരുത്. അതിനു മുമ്പ് മോഹമെന്ന വാക്ക് എനിക്കറിയില്ല. കാരണം ന്യായപ്രമാണമാണ് എനിക്കത് തന്നത്. അതിനു മുമ്പ് ആഗ്രഹം ഏതാണ്, മോഹം ഏതാണ്, ഇതൊന്നും അറിയില്ല. എല്ലാം ഒരുപോലെ തോന്നി. എന്നാൽ മോഹം എന്ന ഒരു പാപമുണ്ട്. പാപങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തി. അപ്പം പാപത്തെക്കുറിച്ച് ചിന്തിച്ചു. പാപത്തെക്കുറിച്ച് മനസ്സിലായപ്പോൾ ഇതെല്ലാം അവസരം ലഭിച്ചിട്ട് ഇത് എന്നിൽ ജീവൻ തരികയായിരുന്നു. പാപത്തിന് ജീവൻ കൂടുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. പാപത്തെക്കുറിച്ചുള്ള ശരിയായൊരു ചിത്രമാണ് കിട്ടിയത്. എന്നിട്ട് പാപം ചെയ്യുകയും ചെയ്യും, കുറ്റബോധത്തിൻ്റെ തടവുകാരനായി തീരുകയും ചെയ്യും. ഇതായിരുന്നു പാപം അവസരം ലഭിച്ചിട്ട് എന്നിൽ ഇത് ജനിപ്പിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനിച്ചാൽ പിന്നെ വളരും, അത് വലുതാകും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ, കേരളത്തിൽ പട്ടികൾ ജനിക്കുന്നുണ്ട്. ഈ സീസണിൽ കണ്ടു, എല്ലാ ജംഗ്ഷനിലും നിറയെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. ഓരോ ജംഗ്ഷനിലും 2, 3, 4 പട്ടിക്കുഞ്ഞൊക്കെയാണ്. അപ്പോൾ കാണുന്നവർ ഓർക്കോ, ഇത്രയൊക്കെയുള്ളൂ. എല്ലാ വർഷവും ജനിക്കുകയാണെന്ന് ഓർക്കണം. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാ ജംഗ്ഷനിലും ഒരു 100-150 പട്ടി. പ്രശ്നം എന്താണ്? അവർക്ക് തിന്നാനൊന്നുമില്ല. പുതിയ റൂൾസ് അവർക്ക് ഫീഡ് ചെയ്യരുത് അവരെ. പിന്നെ അവരെന്ത് ചെയ്യും? നമ്മളെ കടിച്ചു തിന്നും. 100-150 പട്ടി ജനിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജംഗ്ഷനിലും. നിങ്ങൾ ഓർത്തോ, താമസിയാതെ ഇത് സംഭവിക്കും. ഒന്നുകിൽ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് പുതിയ ഗവൺമെൻറ്റിനോട് പറയുക, ഈ പെൺപട്ടിയെ വന്ധീകരണ ശസ്ത്രക്രിയ, എന്തൊരു പരിപാടിയില്ലേ, അത് പ്രസവിക്കാതിരിക്കാൻ അതെങ്കിലും ചെയ്യുക. ഇതിനെ കൊല്ലാനും പാടില്ല, ഇതിനെ ഫീഡ് ചെയ്യാനും പാടില്ല. പാവം പട്ടികൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒന്നുകിൽ അതിനെ വന്ധീകരണ ശസ്ത്രക്രിയയിലൂടെ വിധേയാക്കുക. ഓരോ ജംഗ്ഷനിലുള്ള പട്ടിയെ ഇതെങ്കിലും ചെയ്യുക. കാരണം മേനകാന്തി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്, എന്ത്? ഒരു ജീവിയെയും കൊല്ലരുത്. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം. സിംഗപ്പൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ, 10-20 കൊല്ലം മുമ്പ്, ഇപ്പോഴുണ്ടോയെന്നറിയില്ല, അന്നൊരു നിയമം ഉണ്ടായിരുന്നു. കാക്കയെ കൊല്ലുന്ന വ്യക്തിക്ക് $100. അങ്ങനെ ആ ദേശത്തെ കാക്കകളെയെല്ലാം കൊന്നു കളഞ്ഞു. പകരം അവിടെ മൈനയെ വളർത്തുന്നുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റുകളും, വെളിയിലൊക്കെയുള്ള റെസ്റ്റോറൻറ്റ് നിറയെ മൈന വന്നിരിക്കും. ഭയങ്കര രസമാണ് കാണാൻ. ഉപദ്രവമില്ല. കാക്ക അങ്ങനെയല്ല. റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് എല്ലായിടത്തും സാധനം എടുത്തുകൊണ്ട് പോകും, കുറേ ദോഷങ്ങൾ ചെയ്യും. വളരെ ഡിസിപ്ലിനുള്ള ആ രാജ്യത്ത് അവരത് ചെയ്തു. അവിടെ ആരും കൊടി പിടിച്ച് കാക്കകളുടെ ഒരു ട്രസ്റ്റ് തന്നെ രൂപീകരിച്ച് ഇംഗ്ലാസ് സിന്ദാബാദ് വിളിച്ചില്ല. പല നാടുകളിലും മാനിനെ സീസണിൽ കൊല്ലുന്ന രാജ്യങ്ങളുണ്ട്. അത് പെറ്റുപെരുകും. മുയലിനെ സീസണിൽ കൊല്ലാം, എപ്പോഴും കൊല്ലാൻ പാടില്ല. കാരണം അത് പെരുകി കഴിയുമ്പോൾ. കങ്കാരുവിനെ ഓസ്ട്രേലിയ സീസണിൽ കൊല്ലാം, എപ്പോഴും കൊല്ലാൻ പാടില്ല. അപ്പോൾ അത് വേട്ടക്കിറങ്ങിയിട്ട് ആൾക്കാർക്ക് പിടിച്ചുകൊണ്ട് പോകാം. അതിനൊരു ലൈസൻസ് വേണം, സമയമുണ്ട്.
എന്തെല്ലാം നല്ല നിയമങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ഇത് ചിന്തിക്കുന്നവരാണെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അത് നല്ലതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓരോ കാര്യങ്ങളും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മിൽ ജനിച്ചു, എന്നാൽ അതിനെ മരിപ്പിക്കാൻ അറിയില്ലായിരുന്നു. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, പാപസംബന്ധമായി മരിക്കുക. പിന്നെ അതിൽ ജീവിക്കാൻ കഴിയില്ല. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. പാപ അവസരം ലഭിച്ചിട്ട് നമ്മിൽ സകലവിധ മോഹത്തെയും ജനിച്ചു കഴിഞ്ഞാൽ അത് പാപമായി തീരും. അത് വളർന്നു പെരുകും. എന്നാൽ മുളയിലേ നുള്ളാൻ കഴിയുന്നത് അത് പുതിയ സൃഷ്ടിക്ക് മാത്രമേ ഉള്ളൂ. അവൻ പുതിയതാണ്. യേശുവിൽ പാപമില്ലായിരുന്നു. വീണ്ടും ജനിച്ച എന്നിൽ ഒരു പാപം വർക്കൗട്ടാകില്ല. പഴയ മനുഷ്യനിൽ അതാണ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ നിർബന്ധം പറയുന്നത്. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്ന പഴയ നിയമ പ്രകൃതത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച് പഴയ മനുഷ്യൻ മരിച്ച് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന ഈ മർമ്മം ഇത് കേൾക്കുന്നവരിൽ ക്രിയ ചെയ്യേണ്ടതിന് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ ശക്തി ഇവരിൽ ക്രിയ ചെയ്യട്ടെ. പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടുകൾ കൊണ്ട് ഇവർ നിറയട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുറച്ച് കട്ടിയായ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും വീണ്ടും ജനിച്ചവർക്കിത് മനസ്സിലാകും. മനസ്സിലാകാൻ ദൈവം തിരഞ്ഞെടുത്തവർക്കത് മനസ്സിലാകും. അല്ലാത്തവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകാനുള്ളതല്ല. മനസ്സിലായോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ വ്യാഴാഴ്ച നമുക്ക് ഉപവാസ പ്രാർത്ഥനയില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്നതുകൊണ്ട് നാളത്തെ വ്യാഴാഴ്ച മറ്റു പല തിരക്കുകൾ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഫാസ്റ്റിംഗ് പ്രെയർ നിങ്ങൾ വീടുകളിൽ ചെയ്യുക. ചെയ്യരുത് എന്നുള്ളതിനേക്കാൾ വീടുകളിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ ചർച്ചിൽ വെച്ച് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരിക്കുന്നതല്ല, പകരം വീടുകളിൽ നിങ്ങൾ വ്യക്തിപരമായി ഫാസ്റ്റിംഗ് എടുക്കുക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ സ്വന്തം ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ.